ഹലോ ഗായ്സ്, കുറേ ആയാലും നമ്മ ഒന്ന് കണ്ടിട്ട്. ഞാൻ കുറേ വീഡിയോസ് ഇടാനുണ്ട്. അത്ര എന്തല്ലോ കാരണം കൊണ്ട് കുറേ ലേറ്റായി. ഇപ്പം നിങ്ങൾ കാണുന്നത് ഇസുവിൻ്റെ സ്കൂളിൽ മലയാളി മംഗ കോമ്പറ്റീഷനിൽ ഇവർ പങ്കെടുക്കുന്നുണ്ട്. അതിന് റെഡി ആവുന്നതാണ് കേട്ടോ. ഇതെല്ലാം വാടകയ്ക്ക് എടുത്തത്. ഇവർ ആ ബ്ലൗസ് വാടകയല്ല, ഇവർ ഓൾറെഡി സെറ്റ് പാവാടയുടെ ബ്ലൗസാണ് യൂസ് ചെയ്യുന്നത്. ബാക്കി എല്ലാ സാധനവും വാടകയാണ്. ഇസുവിനെ ജസ്റ്റ് ഒന്ന് സെറ്റാക്കിയിട്ട് അവിടെ റെസ്റ്റ് എടുക്കാൻ വിട്ടിട്ടുണ്ട്. ഇനി ഇവുവിനെ സെറ്റാക്കാം. ഇവൻ്റെ മുണ്ട്, അതിൻ്റെ മുകളിൽ കൊടുക്കുന്ന ഒരു മേൽമുണ്ട്, അതൊക്കെ സെറ്റാക്കുന്ന സമയത്ത് ഇസു ജസ്റ്റ് ഒന്ന് അവിടെ കിടന്നതേ ഇല്ലു. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അതാ നല്ല ഉറങ്ങട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ആ സമയം കൊണ്ട് ഇവനെ റെഡിയാക്കാമല്ലോ. ഫസ്റ്റ് വണ്ണിട്ട ആ മാല എൻ്റെ ഹിസ്വ കളക്ഷൻ്റെ മാല തന്നെയാണ് കേട്ടോ. ബാക്കിയെല്ലാമാണ് പിന്നെ വാടകയ്ക്ക് എടുത്തത്. അങ്ങനെ കുഞ്ഞിനെ നല്ല രീതിയിൽ ഒരുക്കാന്ന്. എനിക്കത് ഉടുക്കാനും അറിയുന്നില്ല, ഒന്നും അറിയുന്നില്ല. എങ്ങനെയല്ലോ ഞാൻ ഉടുപ്പിച്ചു. നിങ്ങൾക്ക് എൻ്റെ വോയിസിൻ്റെ ഇടയിൽ കുറേ കുഞ്ഞോളെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിട്ടാണ് ഇല്ലത്. ആ സമയത്ത് പിന്നെ എൻ്റെ സിസ്റ്ററിൻ്റെ കുഞ്ഞും പിന്നെ എല്ലാവരും ഇല്ലതുകൊണ്ട് അവർ ഭയങ്കര സൗണ്ടിലാണ്. ഞാനിപ്പോൾ റൂം അടച്ചു കൂട്ടിയിട്ടാണ് ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. അങ്ങനെ ഡ്രസ്സൊക്കെ കഴിഞ്ഞു, ഓർണമെൻറ്റ്സൊക്കെ ഇടുന്ന തിരക്കിലാണ്. മാലയിട്ടു, ഇനി അരപ്പട്ട ഇടുന്നുണ്ട്. അങ്ങനെ ഓരോന്ന് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇന്നലെ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ തലേദിവസം ഭയങ്കര ലേറ്റായിട്ടാണ് ഇവോയിസ് ഉറങ്ങിയത്. അതുകൊണ്ട് അവർക്ക് രാവിലെ ഒരു മൂടേ ഇല്ല, ഡള്ളായിട്ടുണ്ട്. അതാ ഈ അവിടെ ഇവിടെയും കടന്നിട്ട് ഉറങ്ങുന്നത്. ഇവരൊപ്പ് ലേറ്റായിട്ടാണ് ഉറങ്ങുന്നത്. നേരത്തെ കിടത്തി ഉറക്കാൻ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ. ഓക്കെ, ഇനി മുല്ലപ്പൂ ചൂടി ഹെവി വർക്കെല്ലാം ആദ്യം തീർത്തു. ഇനി മേക്കപ്പിലേക്ക് കിടക്കാം. പൗഡർ ഇട്ടു, ലിപ്സ്റ്റിക്ക് ഇട്ടു, പൊട്ടു തൊട്ടു. ലിപ്സ്റ്റിക്ക് തന്നെ പൊട്ടുവാക്കി കേട്ടോ. പിന്നെ കൺമഷി എഴുതി കൊടുത്തു, ബ്ലഷ് ഇട്ട് കൊടുത്തു. ഇനി ലാസ്റ്റ് നമുക്ക് പടിഞ്ഞാറ്റേന്ന് ചന്ദനക്കൂറിയും കൂടെ ഇട്ട് കൊടുക്കാം. മലയാളി മങ്കയല്ലേ. ഇനി ഇസുവിനെ വിളിച്ച് റെഡിയാക്കാം. ആദ്യം എണീക്കുന്നേ ഉണ്ടായിട്ടാട്ടാ. പിന്നെ ഈ ഊട്ടീനെ കാണിച്ചു കൊടുത്തു. ഓള് റെഡിയായി കാണുമ്പോൾ പിന്നെ ഓക്ക് റെഡി ആവണം എന്നൊരു ആഗ്രഹം വരില്ലേ. അങ്ങനെ ഈ സൂനിയെ റെഡിയാക്കാം. അത് കണ്ണൊക്കെ തിരുമ്പി സെറ്റ് ആവുന്നുണ്ട് കേട്ടോ. കിടന്നിട്ട് എണീക്കുമ്പോൾക്ക് ശരീരമെല്ലാം ലുക്കേ മാറി. ഒന്നും കൂടെ ഞാനതൊന്ന് സെറ്റാക്കി കൊടുത്തു. എന്നിട്ട് നമുക്ക് ഓർണമെൻറ്റ്സ് ഒക്കെ ഇടാം. ആദ്യം തൊണ്ടക്കുരുമാല ഇട്ടു, പിന്നെ താഴെ ഇട്ടു, പിന്നെ മുല്ലപ്പൂ ചൂടി. ഉറക്കം അങ്ങോട്ട് ശരിയായില്ല എന്ന് തോന്നുന്നു. വായെല്ലാം പൊളക്കുന്നുണ്ട്. പിടിച്ചെഴുന്നേൽപ്പിച്ചല്ലേ. ഓക്കെ, ഇനി പൗഡറൊക്കെ ഇട്ടു. ഇനി ഇവളെ ഒന്ന് സെറ്റാക്കി കുട്ടപ്പിയാക്കി എടുക്കണ്ടേ. ലിപ്സ്റ്റിക്ക് ഇടുന്ന സമയത്ത് ഇവും കൂടെ അടുത്ത് വന്നു. എന്താ വെച്ചാൽ എന്തെങ്കിലും അങ്ങോട്ട് ഇങ്ങോട്ട് കുറവോ കൂടുതലോ വന്നാൽ അവളത് പറഞ്ഞ് കരയാൻ തുടങ്ങും. എനിക്ക് അങ്ങനെ ഇട്ടെന്നിട്ടു, എനിക്ക് കുറച്ചേ ഇട്ടെന്നിട്ടു, എനിക്ക് ഇനിയും വേണം, ഓളിട്ടതുപോലെ തന്നെ എനിക്കും ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് കരയാൻ തുടങ്ങും. അതിനെല്ലാം വന്ന് നോക്കിയിട്ട് പോകുന്നുണ്ടായിന് കേട്ടോ. ഓക്കെ, എങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ. അങ്ങനെ രണ്ട് സൈഡും ബ്ലഷൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആളൊക്കെ ആയി കേട്ടോ. ഉറക്കമൊക്കെ പോയി. ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും ഒന്ന് അധികം ഓക്ക് ഇട്ട് കൊടുത്താൽ ഇവക്ക് ഇട്ടില്ല എന്ന് പറഞ്ഞു വരുന്നത്. ഓക്ക് മൂക്കിന് ഇട്ട് കൊടുത്തു പറഞ്ഞിട്ട് ഇവളും വന്നു. രണ്ടാൾക്ക് ഞാൻ ഇട്ട് കൊടുത്തു. അങ്ങനെ പടിഞ്ഞാറ്റിൽ പോയി സൂനും ചന്ദനക്കുറിയൊക്കെ ഇട്ട് രണ്ടാളും റെഡിയായി സെറ്റായി. ഇപ്പം ശരിക്കൊരു മലയാളി മംഗ ലുക്ക് വന്നില്ലേ. അങ്ങനെ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അതൊരു മാവേലിനെ കൂടി കണ്ടു നമ്മോ. മാവേലി കോമ്പറ്റീഷനും കൂടെ ഉണ്ട് കേട്ടോ സ്കൂളിൽ. അങ്ങനെ ഇവരെ ക്ലാസ്മേറ്റ്സിൻ്റെ ഒക്കെ കൂടെ ഇരുന്നു. അവർക്ക് ചെസ് നമ്പറൊക്കെ തന്നു. ഒരാൾക്ക് 105, മറ്റേ ആൾക്ക് 106. അങ്ങനെ പരിപാടി സ്റ്റാർട്ടായി. ഫസ്റ്റ് വള്ളം കളിയാണുണ്ടായത്. അത് കഴിഞ്ഞ് വെൽക്കം ഡാൻസ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു. എല്ലാവരും നല്ല ഇതിൽ കളിച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഒരു സോങ് വന്നു. ഇനി നെക്സ്റ്റ് മലയാളി മംഗ കോമ്പറ്റീഷനാണ്. അതിന് ടീച്ചേഴ്സൊക്കെ അവരെ സെറ്റാക്കുന്നുണ്ട്. അങ്ങനെ ഓരോരാളും സ്റ്റേജിലേക്ക് കയറുന്നുണ്ട്. മലയാളി മംഗ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന കുറേ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. എല്ലാവരും നല്ല അടിപൊളിയായി ഒരുങ്ങിയിട്ട് വന്നിട്ടുണ്ട്. മലയാളി മംഗ എല്ലാവരും സ്റ്റേജിൽ കയറി ഇറങ്ങി കേട്ടോ. ഇത് ഞാൻ അതിന് ശേഷം എടുത്ത വീഡിയോ ആണ്. ഇത് ഇവരെ ബെസ്റ്റ് ഫ്രണ്ട് ശിവാത്മിക. പിന്നെ ലാസ്റ്റ് മെഗാ തിരുവാതിര ഉണ്ടായിരുന്നു. ടീച്ചേഴ്സും കുട്ടികളും കൂടെ നടത്തിയ മെഗാ തിരുവാതിര. അതും നല്ല രീതിയിൽ എല്ലാ കുഞ്ഞുങ്ങളും കളിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് കിട്ടി. അങ്ങനെ ഞാൻ ഇവൈസൊരു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ക്ലാസ്സിലേക്ക് പോകാൻ നേരം നല്ല പൂക്കളം ഇട്ടിട്ട് കണ്ടു. അങ്ങനെ ഇവർ അതിൻ്റെ അടുത്ത് നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. ഇതെല്ലാം അവരെ ഫ്രണ്ട്സാണ് കേട്ടോ.
അങ്ങനെ ഇവരെ ക്ലാസ്സിലേക്ക് കയറ്റി സ്നാക്സൊക്കെ കഴിച്ചു. പിന്നെ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ സ്നാക്സൊക്കെ. ഇത് അവരുടെ ക്ലാസ് റൂം, അടിപൊളി ക്ലാസ് റൂമാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. എന്താ വെച്ചാൽ പരിപാടി വൈകുന്നേരം വരെ ഉണ്ട്, അത്ര വരെ ഞാൻ നിൽക്കുന്നില്ല. ഓക്കെ ബൈ.